വിദ്യാഭ്യാസം ആഡംബരമല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വിദ്യാഭ്യാസത്തിനായി GDP-യുടെ 6% ബജറ്റ് വകയിരുത്തണം. സംഘർഷ സമയങ്ങളിൽ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും തീരുമാനങ്ങൾക്കൊപ്പം രാജ്യം ഉറച്ചു നിൽക്കണം. LGBT വിഭാഗങ്ങൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സർസംഘചാലക് മുംബൈയിൽ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടുവരാം. प्रोटेस्ट भी कॉन्सेंसस बनाने का एक तरीका है. लॉट ऑफ व्यूज कम टुगेदर एंड a consensus is evolved after discussion. The discussion may happen through dialogue. Due to various reasons, if that thing is not heard, agitation पर जा सकते हैं. लेकिन ये सब करना है to evolve the consensus, not to create divisions. अब जेएनजी की बात है तो अभी जो हुआ है ग्रीवेंस तो जेन्युइन है. भारत की शिक्षा में बहुत कुछ करने की आवश्यकता है, नहीं हो रहा है, इसलिए बात होती है. तो डायलॉग होना चाहिए. डायलॉग के बाद नहीं होता तो क्या करना, बात की बात. വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദഗോപൻ, ജൻസി കുട്ടികളുമായി മോഹൻ ഭാഗവത് നടത്തിയ സംവാദത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. വിദ്യാഭ്യാസത്തിനായി ബജറ്റിന്റെ 6% മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സർസംഘചാലക്. പറയൂ സംവാദത്തിന്റെ വിശദ വിവരങ്ങൾ. നിലിമ, മുംബൈയിലാണ് RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ യുവാക്കളുമായി സംവദിക്കുന്നത്. ജൻസി കുട്ടികളുമായി അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ, നിരവധി വിഷയങ്ങൾ, സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ അദ്ദേഹം പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്ത് നടന്നിരുന്ന പ്രതിഷേധങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. പ്രതിഷേധങ്ങളെ ഒരളവ് വരെ അടിച്ചമർത്താൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സർക്കാരിന് പൂർണ്ണമായും അങ്ങനെ പ്രതിഷേധങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെ റദ്ദാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ബാൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൂചിപ്പിച്ചത് വിദ്യാഭ്യാസം ആഡംബരമല്ല എന്നുള്ളതാണ്, മികച്ച അറിവ് അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രതിഷേധത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിഷേധത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, എന്നാൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിഷേധങ്ങളായിരിക്കണം രാജ്യത്തുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. നമുക്കറിയാം, ജന്തർ മന്ദറിൽ പ്രതിഷേധം നടന്നപ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ അക്രമങ്ങളിലേക്ക് വഴിമാറിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം പ്രതിഷേധം ജനാധിപത്യപരമാകണം, ഒപ്പം തന്നെ ഭരണഘടനാപരമാകണം എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിനായി GDP-യുടെ 6% ബജറ്റിൽ വകയിരുത്തണം എന്നുള്ള ആവശ്യം പുതുതല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ വിദ്യാഭ്യാസം അത് സർക്കാർ മാത്രം നൽകേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിനും കൃത്യമായ ബാധ്യതയുണ്ട്. അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകണം എന്നതിൽ സമൂഹത്തിന് കൃത്യമായ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. RSS രാജ്യത്തെ ഏതാണ്ട് 23,000-ലധികം വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. മികച്ച രീതിയിലാണ് ഈ വിദ്യാലയങ്ങൾ നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അവയ്ക്ക് മികച്ച അംഗീകാരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, തൻ്റെ അഭിപ്രായത്തിൽ ആദ്യം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തോടുള്ള ശരിയായ മനോഭാവവും പ്രതിബദ്ധതയും വളർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് സമൂഹം വിദ്യാഭ്യാസത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ ബാധ്യതയായി മാത്രം കണക്കാക്കരുത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ദുരുപയോഗം സംബന്ധിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കി. നിയമങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് വിജയിക്കണമെങ്കിൽ ആദ്യം മനോഭാവത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട്, ജൻസികളോട് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായത്. നിയമങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സമൂഹം അവയെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അത് പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും അത് ഫലപ്രദമായിട്ടുള്ള നിയമത്തിൻ്റെ ഉപയോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് ജൻസി തലമുറയ്ക്ക് വഴികാട്ടാൻ മുൻ തലമുറ തയ്യാറാകണം എന്നുള്ളതാണ്. സ്വന്തം പെരുമാറ്റങ്ങളിലൂടെയാണ്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് സർസംഘചാലക് മുന്നോട്ട് വെച്ചത്. ജൻസി കുട്ടികളുമായുള്ള സംവാദത്തിനിടെയായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.